പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷി സംരക്ഷണത്തിൽ അഴിമതി നടക്കുന്നുവെന്നാരോപിച്ച് വിജിലൻസിന് പരാതി. 1500ഓളം ഏക്കർ നെൽകൃഷി അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നുവെന്ന് ആരോപണം. ലഹരിക്കടിപ്പെട്ട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരണമെന്ന് ഫുട്ബോൾ താരം IM വിജയൻ. ഒരു സ്പോർട്സിന്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിന്റെ വാതിലടയും. ലോകത്തെ ഏറ്റവും വലിയ ലഹരി സ്പോർട്സ് ആണെന്നും വിജയൻ പറഞ്ഞു. മാള കുരുവിലശ്ശേരിയിൽ മധ്യവയസ്കനെ മർദ്ദിച്ച പ്രതി പോലീസ് പിടിയിൽ. കോട്ടമുറിയിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷി സംരക്ഷണത്തിൽ അഴിമതി നടക്കുന്നുവെന്ന് ആരോപിച്ച് വിജിലൻസിന് പരാതി. 1500ഓളം ഏക്കർ നെൽകൃഷി അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നുവെന്ന് ആരോപണം. കർഷകനായ പ്ലാക്കിൽ ജിതിൻ വർഗീസാണ് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ പുത്തഞ്ചേരി, പുതുശ്ശേരി, ചെന്തുരുത്തി, ചുള്ളൂർ തുടങ്ങി പാടശേഖരങ്ങളിലെ 1500ഓളം ഏക്കർ കൃഷിയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കൊയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ളത്. ഇവിടെ ബണ്ട് കെട്ടിയിരിക്കുന്നത് മൂലം കൊയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കർഷകരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് മീറ്റിംഗിൽ ബണ്ട് പൊളിക്കാൻ തീരുമാനമാവുകയും കർഷകർ ബണ്ട് പൊളിച്ച് വെള്ളം ഒഴുക്കിക്കളയുകയും ചെയ്തു. എന്നാൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പൊളിച്ച ബണ്ട് വീണ്ടും കെട്ടി കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്നാണ് കർഷകരുടെ ആരോപണം. ഇതുമൂലം വർഷങ്ങളായി കൃഷി ചെയ്യുന്ന കർഷകർ കൊയ്ത്തുപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ്. പണയം വെച്ചും പലിശയ്ക്ക് പൈസ മേടിച്ചും ഞങ്ങൾ കൃഷി ചെയ്യും. ഞങ്ങൾക്ക് ഇത് കൊയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കൊല്ലം എല്ലാം നശിച്ചുപോയി, ഒന്നും കിട്ടില്ല. കഴിഞ്ഞാലും മുമ്പത്തെ കൊല്ലം നശിച്ചുപോയി. ഇത് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ആ ബണ്ട് പൊട്ടിക്കുക, പിന്നെ കെട്ടാം, പൊട്ടിക്കുക, കെട്ടാം. ഈ വെള്ളം നിലത്തിൽ നിന്ന് ബണ്ട് ഞങ്ങൾക്ക് കൊയ്യാൻ പറ്റില്ല. 10 ദിവസം കൊണ്ട് കഴിഞ്ഞ് നില കൊയ്യാവുന്നതാണ്. ഞങ്ങളിതെങ്ങനെ കൊയ്തെടുക്കും? ഞങ്ങൾ ഉപേക്ഷിക്കുന്ന ലക്ഷണം കാണണം. കൃഷിയെ ഉപേക്ഷിക്കുക, നശിപ്പിച്ചുകളയാണ്. ഈ ഭാവിയിൽ ഞങ്ങൾ കൃഷി ചെയ്യാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയായി കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു വിഭാഗം ആളുകൾ സ്വാർത്ഥ താല്പര്യത്തിനായി ബണ്ട് പൊളിക്കാതെ ഇരിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത്. ഇവിടെ ഈ ബണ്ട് കെട്ടിക്കൊണ്ട് പുത്തഞ്ചേരി, പുതുശ്ശേരി, ചുളൂര്, ചെന്തുരുത്തി പാടശേഖരങ്ങളെല്ലാം 1500 ഏക്കറോളം പാടശേഖരങ്ങളെല്ലാം വെള്ളത്തിലാണ്. ഇതിൻ്റെ കാരണം പഞ്ചായത്താണ്. ഊളഞ്ചിറ കോട്ടമുറി ബണ്ട് എന്നിലൂടെയാണ് ഈ വെള്ളം പോകുന്നത്. പാടശേഖരങ്ങളിൽ 1500 ഏക്കറോളം പാടശേഖരം വെള്ളം പോകുന്നത്. ഇതിനാണെന്ന് വെച്ചാൽ ഒരു ഫണ്ട് ഉണ്ട്. ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാനും കൃഷിക്കാരെ വെള്ളം മാറ്റാനും കൂടിയിട്ടുള്ളൊരു ഫണ്ട് ഉണ്ട്. ഫണ്ട് തട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് 10,500 ഏക്കറോളം കൃഷി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ഇവരിവിടെ ഒരു ബണ്ട് കെട്ടി വെച്ചേക്കാണ് ഈ കൃഷിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഭാവിയിൽ കുത്തകൾക്ക് പാടങ്ങൾ മറച്ചു കൊടുക്കാനും സഹായിക്കാനും ഭൂമി കച്ചവടങ്ങൾ നടത്താനും വേണ്ടി ചെയ്യണം. കൃഷി നശിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്നത്. ഈ ഫണ്ട് തട്ടിയെടുത്തും കൊണ്ടാണ് ചെയ്യുന്നത്. പലിശയ്ക്കും പണയം വെച്ചും കൃഷി ചെയ്ത കർഷകർ ആശങ്കയിലാണ്. അതേസമയം ബണ്ട് പൊളിച്ച് വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളഞ്ഞാൽ പ്രദേശത്തെ കിണറുകളിലും കുളങ്ങളിലും മറ്റും ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് നാട്ടുകാരുടെ ആവശ്യം കൂടി പരിഗണിച്ച് പൂർണ്ണമായി പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനം ചെയ്യാത്തതെന്നാണ് വാർഡ് മെമ്പർ സാബു കൈതാരൻ്റെ മറുപടി. തോട്ടിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിക്കണം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ അവർ ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. പഞ്ചായത്ത് അത് നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് വെള്ളം വറ്റിക്കുന്നതിൽ വെള്ളം വറ്റിക്കണം എന്നുള്ള ആവശ്യത്തിൽ അത് പഞ്ചായത്ത് ആ ഒരു തീരുമാനത്തിനോട് യോജിച്ച് നിന്നിരുന്നു. ഉടുമ്പത്തി പാടശേഖരം, പുതുപ്പനം പാടശേഖരം, നെടുവത്തിശ്ശേരി പാടശേഖരം, ഈ 3 പാടശേഖരങ്ങൾ ഉപ്പ് കയറി തരിശായി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. അപ്പോൾ ഇതിന് കാരണം എന്നുള്ളത് ഈ പൂർണ്ണമായിട്ടും വെള്ളം വറ്റിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളെല്ലാം ഉപ്പ് കയറി തരിശായി കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് വേണ്ട രീതിയിൽ അതിനേക്കാൾ ഉപരി ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം കുളങ്ങളിലും കിണറുകളിലും എല്ലാം ഉപ്പ് കലരുന്നത് ഈ തോട്ടിലൂടെ ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പൂർണ്ണമായിട്ടും വെള്ളം വറ്റിക്കുന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്. മീഡിയ ടൈം, മാള. ലഹരിക്കടിപ്പെട്ട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരണമെന്ന് ഫുട്ബോൾ താരം IM വിജയൻ. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ GA മേനോൻ സ്പോർട്സ് ഹബിന്റെ ഉദ്ഘാടന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സ്പോർട്സിന്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിന്റെ വാതിലടയും. ലോകത്തെ ഏറ്റവും വലിയ ലഹരി സ്പോർട്സ് ആണ്. അതിനേക്കാൾ വലിയ ലഹരി ഒരിടത്തും കണ്ടെത്തിയിട്ടില്ലെന്ന് വിജയൻ പറഞ്ഞു. സ്പോർട്സ് ഹബ്ബ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബി ഈഡൻ MPയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി. UST ചീഫ് വാല്യൂ ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ ഫലകം അനാച്ഛാദനം ചെയ്തു. മുൻ മന്ത്രി S ശർമ്മ, മുൻ MP KP ധനപാലൻ, സുനിൽ ബാലകൃഷ്ണൻ, MJ രാജു, TV നിതിൻ, KJ ഷൈൻ, സജി നബിയത്ത്, EG ശശി, രമേശ് D കുറുപ്പ്, CS ദിബിൻ ദാസ്,
ശില്പ മേനോൻ, ബി അനിൽകുമാർ, ജോസ് തോമസ്, PS മുഹമ്മദ് അഷറഫ്, AS സിനി, VK സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട്, ഫുട്ബോൾ കോർട്ട്, അത്ലറ്റിക് ട്രാക്ക്, ലോങ് ജമ്പ് പിറ്റ് എന്നിവയ്ക്കായി മൈതാനം സജ്ജീകരിച്ചിരിക്കുന്നത് സ്കൂളിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥിയും UST എന്ന IT കമ്പനിയുടെ ഡയറക്ടറുമായ GO മേനോന്റെ സ്മരണയ്ക്കായി കമ്പനിയുടെ CSR ഫണ്ട് 35 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്പോർട്സ് ഹബ്ബ് സജ്ജീകരിച്ചിട്ടുള്ളത്. ചാലക്കുടി കാനനപാതയിൽ വീണ്ടും ഒറ്റയാന്റെ പരാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാറിന് നേരെയാണ് കാട്ടാന ഓടിയെടുത്തത്. കണ്ണങ്കുഴി ക്ഷേത്രത്തിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കാറിന്റെ ഒരു ഭാഗം കൊമ്പുകൊണ്ട് കുത്തിപ്പൊക്കിയ ആന പിന്നീട് താഴെയിടുകയും ചെയ്തു. അതിരപ്പള്ളിയിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നതിനിടയിൽ അപ്രത്യക്ഷമായി റോഡിലേക്ക് ഓടിക്കയറിയ ആന വാഹനത്തിന് നേരെ തിരിയുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ ഓടിച്ചുവിട്ടത്. മാള കോട്ടമുറിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് തെങ്കാശി സ്വദേശി 64 വയസ്സുള്ള വെള്ളൈ ദുരെ എന്നയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെ അടുത്ത റൂമിൽ താമസിക്കുന്ന ആളാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വെള്ളൈ ദുരയെ താഴെ കിടക്കുന്ന രീതിയിൽ കണ്ടത്. തുടർന്ന് ഇയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുഴൂരിൽ താമസിക്കുന്ന വെള്ളൈ ദുരയുടെ മകൾ മഹാലക്ഷ്മിയും ഭർത്താവും സ്ഥലത്തെത്തിയെങ്കിലും ഇയാൾ മരിച്ചിരുന്നു. മാള പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ 20 വർഷമായി മാള കോട്ടമുറിയിൽ ആക്രിക്കടയിലെ ജീവനക്കാരനായ വെള്ളൈ ദുരൈ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. കുഴൂരിൽ താമസിക്കുന്ന മക്കൾ ആക്രി തൊഴിലാളികളാണ്. മാള കുരുവിലശ്ശേരിയിൽ മധ്യവയസ്കനെ തലക്കടിച്ചു കൊന്നു. കുരുവിലശ്ശേരിയിൽ ചക്കാട്ടി 54 വയസ്സുള്ള തോമയാണ് കൊല്ലപ്പെട്ടത്. കുരുവിലശ്ശേരി വാടാശ്ശേരി വീട്ടിൽ പ്രമോദാണ് തോമസിനെ പലക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. മരപ്പലകയും കോൺക്രീറ്റ് കഷ്ണവും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. തോമസിന്റെ 2 കാലും 1 കൈയും തല്ലിയൊടിച്ചു. തലയിലും സാരമായി പരിക്കേൽപ്പിച്ചു. ക്രൂരമർദ്ദനത്തിനിരയായ തോമസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പ്രമോദും തോമായും വർഷങ്ങളായി ശത്രുതയിലായിരുന്നുവെന്നും മുമ്പും ഇവർ തമ്മിൽ അടിപിടി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സംഭവശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വലിയപറമ്പ് ജംഗ്ഷനിൽ നിന്നും മാള പോലീസ് പിടികൂടി. കാപ്പ ചുമത്തി നാട് കടത്തിയ പ്രമോദ് 2 മാസം മുൻപാണ് മടങ്ങിയെത്തിയത്. മഴയിലും ആഘോഷം ചോരാതെ 1-ാം താലപ്പൊലി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 1-ാം താലപ്പൊലി നാൾ ഉത്സവപ്രേമികൾക്ക് ഹൃദ്യമായ അനുഭവമായി മാറി. തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും ഉച്ചയ്ക്ക് ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ ദേവസ്വം അച്യുതൻകുട്ടി കോലമേന്തി. എഴുന്നള്ളിപ്പിന്റെ തുടക്കത്തിൽ പരക്കാട് തങ്കപ്പൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വലിയ ആനപ്പന്തലിൽ എത്തിയ സമയത്ത് മഴ പെയ്തത് ആശങ്ക സൃഷ്ടിച്ചു. തുടർന്ന് 3 ആനകളെ വടക്കേ നടയിലെ നടപ്പന്തലിന് സമീപം അണിനിരത്തി എഴുന്നള്ളിപ്പ് തുടർന്നു. ശ്രീനാരായണപുരം പള്ളിനടയിൽ സ്റ്റുഡിയോയിൽ മോഷണം, ക്യാമറ കവർന്നു. ശാന്തിപുരം സ്വദേശി പരിപ്പുകുലത്തെങ്കിൽ ഷിഹാദിന്റെ ഉടമസ്ഥതയിലുള്ള ദിയ സ്റ്റുഡിയോയിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് അറുത്തുമാറ്റി കടയ്ക്കുള്ളിലെ ചില്ല് ഗ്ലാസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ വില വരുന്ന ക്യാമറയാണ് കവർന്നത്. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 2025 നീലത്തുമഠം പ്രദീപ് കുമാർ അടികൾ സ്മരണാർത്ഥം നൽകുന്ന ശ്രീകുരുമ്പ പുരസ്കാരം രമേശൻ എമ്പ്രാന്തിരിക്ക്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതിക്ക് നിവേദ്യം നൽകി വരുന്ന രമേശൻ എമ്പ്രാന്തിരി ശൃംഗപുരം പുത്തൻകോവിലകത്ത് പടിഞ്ഞാറ് മഠം പരമേശ്വരൻ എമ്പ്രാന്തിയുടെയും ഭാഗീരഥി അമ്മാളിൻ്റെയും 3ാമത്തെ മകനാണ്. 9ാമത്തെ വയസ്സിൽ അച്ഛനോടൊപ്പം ക്ഷേത്രത്തിൽ തിടപ്പള്ളിയിൽ ആരംഭിച്ച രമേശൻ 4 വർഷം കൊണ്ട് അച്ഛനിൽ നിന്നും നിവേദ്യം തയ്യാറാക്കുന്നതിനും വിശേഷ ദിവസങ്ങളിലെ നിവേദ്യങ്ങളും ചിട്ടകളും പഠിച്ചു. തിടപ്പള്ളിയിൽ നിവേദ്യം തയ്യാറാക്കുന്ന അസാമാന്യ വൈഭവം ഇന്നും മുറ തെറ്റാതെ തുടർന്നു പോരുന്നു. പുരസ്കാരം കോട്ടക്കോവിലകത്ത് തിരുമുറ്റത്ത് ജനുവരി 16 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ സമ്മാനിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MP മുരളീധരൻ അധ്യക്ഷനാകും. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക ഗ്രാമസഭ നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി,
പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, MM ഗോപാലൻ, ലത ഷാജു, ICDC സൂപ്പർവൈസർ സൗമ്യ എന്നിവർ സംസാരിച്ചു. മേലഡൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പരിശുദ്ധ അത്ഭുത പ്രേഗുണ്ണിയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനി സഹദായുടെയും തിരുനാൾ ജനുവരി 15 മുതൽ 19 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നാളെയാണ് തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കമായിട്ടുള്ള കൊടിയേറ്റം നടത്തപ്പെടുക. ഇരിങ്ങാലക്കുട മൈനർ സെമിനാരി ഡയറക്ടറായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ഡേവിസ് കിഴക്കന്തല അച്ഛനാണ് കൊടിയേറ്റം നടത്തുക. നാളത്തെ കൊടിയേറ്റത്തിന് ശേഷമാണ് കാൻഡിൽസ് ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടാകുക. അതുപോലെ തന്നെ നാളെ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തപ്പെടുന്നതാണ്. 15 ബുധനാഴ്ച വൈകിട്ട് 5:30 തിരുനാളിന് കൊടിയേറും. ഫാദർ ഡേവിസ് കിഴക്കുംതല കൊടിയേറ്റം നിർവഹിക്കും. 18 ശനിയാഴ്ച സെബസ്റ്റ്യാനൂസിന്റെ തിരുനാൾ ദിനത്തിൽ അമ്പ പ്രദക്ഷിണം, കൂടുതുറക്കൽ ചടങ്ങുകൾ നടക്കും. 19 ഞായറാഴ്ച ഉണ്ണീശോയുടെ തിരുനാൾ ആഘോഷിക്കും. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ CB കള്ളാംപറമ്പിൽ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടക്കും. 24 മുതൽ 26 വരെ 8-ാം ഇടം തിരുനാൾ ആഘോഷിക്കും. പത്രസമ്മേളനത്തിൽ ഫാദർ ജോസ് പാലാട്ടി, ഡെന്നി ആന്റണി വെമ്പിൽ, ജോയ് വർഗീസ്, TJ സനോജ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന 5-ാം താലപ്പൊലിക്കായുള്ള അനുവാദം വലിയ തമ്പുരാൻ നൽകി. ആനാപ്പുഴയിലെ ധീവര സമൂഹം ആചരിച്ച് നടത്തിവരുന്ന 5-ാം താലപ്പൊലി ഈ വർഷവും വാദ്യമേളങ്ങളുടെയും താലത്തിൻ്റെയും അകമ്പടിയോടുകൂടി പൂർവികമായ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയുള്ള വട്ടിവിത്ത് സമർപ്പണം ഭംഗിയായി നടത്തുന്നതിനായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് PB മുരളി മോഹൻ, സെക്രട്ടറി PK വത്സൻ, KA സുനിൽകുമാർ, പ്രേംനാഥ് എന്നിവർ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയുടെ അനുവാദം വാങ്ങി. വലിയ തമ്പുരാന് കാണിക്കയും വസ്ത്രവും സമർപ്പിച്ചു. രാജപ്രതിനിധി സുരേന്ദ്ര രാജവർമ്മ സന്നിഹിതനായിരുന്നു. പറവൂർ ചേന്നമംഗലം അങ്കാളിയമ്മൻ ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം സമുചിതമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്തി മേലിക്കാവ് ഘടന നന്ദപാത തീർത്ഥകളുടെയും മേൽശാന്തി മനു തെക്കുംപുറത്തിന്റെയും മുഖ്യ കാർമ്മികത്തിലാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത്. 100-ലധികം പേർ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. പൂമൂടൽ, പ്രസാദ ഊട്ട്, താലം വരവ്, അഗ്നിപ്രവേശം, മഞ്ഞക്കുളി എന്നിവയും നടന്നു. TT മോഹനൻ, VU പ്രദീപ് കുമാർ, MV വിപിൻ, KV വിനീത്, CK രാജീവ് എന്നിവർ നേതൃത്വം നൽകി. പറവൂർ ഗോതുരത്ത് കടൽവാതുരത്ത് മുസ്ലിം സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹനം സംഘടിപ്പിച്ചു. കടൽവാതുരത്ത് മിസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന സാംസ്കാരിക സായാഹനം കാർത്തികൻ വിനോദ് കൈത്താരം ഉദ്ഘാടനം ചെയ്തു. ഷിപ്പി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. സെക്രട്ടറി NP ലാലൻ, കൺവീനർ MO അജി, വിമല ഭവൻ മദർ സുപ്പീരിയർ KB ബാബു, MJ ഷിബു, OK രമേശൻ, NG സെബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുറ്റത്തെ പുൽക്കൂട് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി. ഡോക്ടർ ആരോൺ, അഡ്വക്കേറ്റ് വാന്റൻ റോക്സ്, അഭിലാഷ് കോണത്ത്, ജോണി, ടൈറ്റസ് പൈനാടത്ത്, ജിബിൻ ജോർജ് മട്ടക്കൽ, സാൻഡ്രിയ മാറ്റിൻ, സബാനിയ മാറ്റിൻ, VP പ്രദീപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. കാർഷിക വിപണി നയരേഖ കത്തിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ മാളയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യങ്ങളാണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്. 80% വരുന്ന ഇന്ത്യയിലെ കൃഷിക്കാരന്റെ താല്പര്യങ്ങളല്ല ഈ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത 1,00,000 കോടി രൂപയാണ് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എഴുതി തള്ളിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം OC ജോസഫ് അധ്യക്ഷത വഹിച്ചു. MR അപ്പുക്കുട്ടൻ, സുരേഷ് കോച്ചേരി, MK ബാബു, ബിന്ദു ബാബു, VM വത്സൻ എന്നിവർ സംസാരിച്ചു. TK ഗോപി, KV പ്രദീപ്, രമ്യ ശ്രീജേഷ്, VS ഗോപാലകൃഷ്ണൻ, ജോബി കാച്ചപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ DYSPയുടെ കീഴിലുള്ള SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പട്ടിക ജനസമാജം കാതിക്കോട് ഗ്രാമമണ്ഡലത്തിന്റെ സഹകരണത്തോടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു.
റൂറൽ പോലീസ് ലഹരി വിരുദ്ധ സേനാംഗം ലിജു ഇയാനി ഉദ്ഘാടനം ചെയ്തു. BPGS ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, മതിലകം SI ആന്റണി ജിംബൽ, SI സേവ്യർ, സമാജം സംസ്ഥാന ജില്ലാ മഹിളാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷി സംരക്ഷണത്തിൽ അഴിമതി നടക്കുന്നുവെന്നാരോപിച്ച് വിജിലൻസിന് പരാതി. 1500ഓളം ഏക്കർ നെൽകൃഷി അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നുവെന്ന് ആരോപണം. ലഹരിക്കടിപ്പെട്ട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരണമെന്ന് ഫുട്ബോൾ താരം IM വിജയൻ. ഒരു സ്പോർട്സിന്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിന്റെ വാതിലടയും. ലോകത്തെ ഏറ്റവും വലിയ ലഹരി സ്പോർട്സ് ആണെന്നും വിജയൻ പറഞ്ഞു. മാള കുരുവിലശ്ശേരിയിൽ മധ്യവയസ്കനെ മർദ്ദിച്ച പ്രതി പോലീസ് പിടിയിൽ. കോട്ടമുറിയിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.